നമസ്കാരം. മലേഷ്യയിലെ കോലാലംപൂർ നഗരത്തിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. മലേഷ്യയിൽ ഞങ്ങൾ വന്നിട്ട് ഒരുപാട് ദിവസങ്ങളായി. ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ച് നേരെ നാട്ടിലേക്ക് മടങ്ങുകയാണ്. രാത്രി 10 മണിക്കാണ് നമുക്ക് പോകാനുള്ള വിമാനം ഉള്ളത്. കോലാലംപൂർ നഗരത്തിലെ പ്രധാനപ്പെട്ട സ്ഥലമായ മെർദേക്ക സ്ക്വയറിന്റെ തൊട്ട് മുന്നിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഇപ്പോൾ 12:30 ആയതേ ഉള്ളൂ. ഒരുപാട് സമയമുണ്ടല്ലോ ഇനിയിപ്പോൾ പോകാൻ. കോലാലംപൂരിൽ ഞങ്ങൾ ആദ്യം എത്തിയ ദിവസങ്ങളിൽ താമസിച്ചത് ഈ ഒരു ഹോട്ടലിലാണ്. ഹോട്ടൽ ലിയോ ലേഷർ. നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഹോട്ടലായിരുന്നു ഇത്. അതായത് ഇതൊക്കെ ഉള്ളത് സെൻട്രൽ മാർക്കറ്റിന്റെ ഒരു ഭാഗമാണ്. 1888 സ്ഥാപിതമായ കോലാലംപൂർ നഗരത്തിലെ സെൻട്രൽ മാർക്കറ്റ് ഇതാണ്. ഈ ഭാഗത്തിനോടൊക്കെ ഇവിടെ പറയുമ്പോൾ നല്ല രീതിയിലുള്ള വിഷമമൊക്കെ ഉണ്ടോ നവി? നല്ല വിഷമമുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ കോലാലംപൂരിൽ വന്ന ശേഷം ഏറ്റവും അധികം ചെലവഴിച്ചത് ഈ ഒരു ഭാഗത്ത് തന്നെയാണ്. പിന്നെ ഇവിടുത്തെ വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റ് ഒക്കെ ഇങ്ങനെയാണ്. VHK, VJU, VLA, VM ഇങ്ങനെയുള്ള രീതിയിലാണ് ഇവിടുത്തെ വാഹനങ്ങളുടെ ആ ഒരു നമ്പർ പ്ലേറ്റ് ഒക്കെ വരുന്നത്. ഇനിയിപ്പോൾ ഞങ്ങൾ നേരെ ഈ ഒരു ഭാഗത്തേക്കാണ് പോകുന്നത്. ഞങ്ങൾ ഈ ഒരു സ്ഥലത്ത് വന്നതിന് ശേഷം സ്ഥിരമായിട്ട് പോകുന്നൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടെ നിന്ന് തന്നെ ഇന്ന് പോയിട്ട് ഉച്ചക്കത്തെ ഭക്ഷണം കഴിക്കാമെന്ന് കരുതി. ശ്രീ മഹാമാരിയമ്മൻ കോവിൽ ഇവിടെയാണ്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ശ്രീ ഗണേശ റെസ്റ്റോറൻറ്റ്. ഇവിടെ റെസ്റ്റോറൻ്റ് എന്നാണ് പറയുക. ഇവിടെ വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചത് ഇവിടെ നിന്നാണ്. ഞങ്ങൾ ഇവിടുന്ന് കഴിക്കുന്നത് മീൽസ് ആണ്. ഒരു പപ്പടം ഉണ്ട്, റൈസ് ഉണ്ട്, സാമ്പാർ ഉണ്ട്, പിന്നെ ഇത് തോരനാണ്, കാബേജും, പിന്നെ ഇത് ബീട്രൂട്ടും, പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഒരു ചിക്കൻ വറവ് കൂടെ ഞങ്ങൾ വാങ്ങിച്ച്. ഒരു ചെറിയൊരു മസാലയോടെ ഉള്ള ഒരു ഐറ്റമാണിത്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ പായസമുണ്ട്, രസമുണ്ട്. നവീൻ ഓൾറെഡി ഇവിടുന്ന് കഴിച്ചു തുടങ്ങി കേട്ടോ. 2 മീൽസ്, ഒരു ചിക്കൻ വറവ്, 22 റിങ്കറ്റാണ് ആകെയായത്. പേര് തമിഴ്നാട്ടില് ചിദംബരം. ഓക്കെ എന്നാ ഇനി ഞങ്ങളുടെ അടുത്ത പരിപാടി, ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ഡെപ്പോസിറ്റ് ആയിട്ട് ഒരു 100 റിങ്കറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് തിരിച്ചു കിട്ടി. ഇനിയിപ്പോൾ അത് മാത്രമാണ് കയ്യിലുള്ളത്. അതിനിപ്പോൾ നമുക്ക് ഇവിടുന്ന് ചേഞ്ച് ചെയ്യണം. അതിനിവിടെ മണി എക്സ്ചേഞ്ചിന്റെ ഒരുപാട് ഷോപ്പുകളുണ്ട്. അവിടത്തേക്ക് ഇനി പോവാം. ആകെയുള്ള ഒരു 100 റിങ്കറ്റ് കൂടെ ഇവിടുന്ന് മാറ്റിയിട്ട് പോവാം. ഇവിടെ അത്യാവശ്യത്തിന് എല്ലാ കറൻസിയും ചേഞ്ച് ചെയ്ത് കിട്ടും. ഞങ്ങൾ ഇവിടുന്ന് പൈസയൊക്കെ എക്സ്ചേഞ്ച് ചെയ്തു കേട്ടോ. ഇന്നത്തെ ഒരു മൂല്യം നോക്കുവാണെങ്കിൽ 100 റിങ്കറ്റിന് വരിക ഇന്ത്യൻ രൂപ 2361 രൂപയാണ്. ഞങ്ങൾക്ക് ഇവിടുന്ന് കിട്ടിയത് 2330 രൂപ. അതായത് ഒരു 30 രൂപ മാത്രമാണ് നഷ്ടം വന്നിട്ടുള്ളത്. പക്ഷെ നമ്മളിത് പറയുന്ന സമയത്ത് റിങ്കറ്റിൽ നിന്ന് നേരെ ഇന്ത്യൻ രൂപയിലേക്ക് മാറ്റുന്ന ആ ഒരു മൂല്യവും ഇന്ത്യൻ രൂപയിൽ നിന്ന് റിങ്കറ്റിലേക്ക് മാറ്റുന്ന ഒരു മൂല്യം തമ്മിൽ വ്യത്യാസം തന്നെയാണ്. പിന്നെ ഞങ്ങൾ ഇവിടെ തന്നെ മാറ്റാൻ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഇനിയിപ്പോൾ നേരെ പോയിട്ട് എയർപോർട്ടിൽ പോയി മാറ്റുകയാണെങ്കിൽ അതൊരു നഷ്ടം തന്നെ വരും. കാരണം വെച്ചാൽ ഞങ്ങൾ മലേഷ്യയിലേക്ക് വരുന്ന സമയത്ത് കൊച്ചിയിൽ നിന്നാണ് മാറ്റിയിട്ടുണ്ടായത്. ഞങ്ങൾക്ക് നല്ല നഷ്ടമാണ് വന്നിട്ടുണ്ടായത്. ഞാൻ വീണ്ടും പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങൾ മലേഷ്യയിൽ നിന്ന് ഇവിടേക്കൊക്കെ വരുന്ന സമയത്ത് മാക്സിമം എയർപോർട്ടിൽ നിന്നല്ല മണി എക്സ്ചേഞ്ച് ഒഴിവാക്കിയിട്ട് ഇവിടെ വന്നിട്ട് മാറ്റുന്നതായിരിക്കും നല്ലത്. നടന്നു പോകുന്ന വഴിക്ക് തന്നെയാണ് കോലാലംപൂർ റെയിൽവേ സ്റ്റേഷൻ. ഇതൊരു പഴയ റെയിൽവേ സ്റ്റേഷനാണ്. ഇനി ഞങ്ങൾ നേരെ നടന്നു പോകുന്നത് KL സെൻട്രലിലേക്കാണ്. ഇവിടുന്ന് ഒരു 700 മീറ്ററും കൂടെ ഉള്ളൂ നടന്നു പോകാൻ. ഇതാ നല്ല അടിപൊളി വഴികളാണ്, നല്ല റോഡുകളാണ്. ഞങ്ങൾ ഇവിടെ എത്തി ഏറ്റവും കൂടുതൽ നടന്നു പോയൊരു വഴികളിൽ ഒന്നാണിത്. നടന്നു പോകുന്ന വഴിക്ക് തന്നെ ഇതുപോലുള്ള ഒരുപാട് ചെറിയ ചെറിയ ബസ് സ്റ്റോപ്പുകളൊക്കെ കാണാനായി സാധിക്കുമേ. ഞങ്ങൾ കോലാലംപൂരിൽ ആദ്യ ദിവസം വന്ന സമയത്ത് KL സെൻട്രലിൽ ഇറങ്ങി നേരെ റൂമിൻ്റെ ഭാഗത്തേക്ക് പോകുമ്പോൾ റൂമിൻ്റെ സമയമായിട്ടില്ല. ഈ ഒരു ബസ് സ്റ്റോപ്പിൽ വന്നിട്ടാണ് ഒരുപാട് നേരം ഇരുന്നത്. മലേഷ്യയിലെ ബസ്സുകളൊക്കെ അടിപൊളിയാണ്. എല്ലാം AC ആണ്. നല്ല കിടിലം ബസ്സുകളാണ്. ഇതിൻ്റെയൊക്കെ അകത്തെ സീറ്റുകളായാലും എല്ലാം ഒന്നിനോടൊന്ന് മികച്ചതാണ്. ഇതിപ്പോൾ KL സെൻട്രലിൻ്റെ ഭാഗത്താണ് നമ്മളിപ്പോൾ എത്തിയത്. കോലാലംപൂർ നഗരത്തിൽ നിന്ന് എയർപോർട്ട് കുറച്ച് മാറിയിട്ടാണ്. ഇവിടുന്ന് 61 കിലോമീറ്റർ ഉണ്ട് യാത്ര ചെയ്യാൻ. ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് ഒരു ബസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അത് 3 മണിക്കാണ്. ഇപ്പോൾ 1:40 ആയതേ ഉള്ളൂ. ഇനി കുറച്ച് സമയമുണ്ടല്ലോ. ഇനി നേരെ KL സെൻട്രലിൻ്റെ അകത്തേക്ക് പോവാം. ഇവിടെ ഇപ്പോൾ നല്ല ചൂടാണ്. ഇതിലൂടെ ശരിക്കും പറഞ്ഞാൽ ഈ സമയത്തൊന്നും നടക്കാനേ പറ്റില്ല. അതിൻ്റെ അകത്ത് പോയിട്ട് മെട്രോയും KTM കൊമ്മൂട്ടറും അതിൻ്റെ ആ ഒരു കുറച്ച് ഭാഗങ്ങളൊക്കെ ആദ്യം പോയി കാണാം. KL സെൻട്രലിൻ്റെ ഇവിടെ വന്നാലാണ് ഗെൻഡിങ് ഹൈലാൻഡ്സിൻ്റെ ഭാഗത്തേക്കുള്ള ബസ്സുകൾ കിട്ടുക. അപ്പോൾ ഇവിടുന്ന് ഓരോ ബസ്സുകളുടെയും ബോർഡിംഗ് ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഇവിടെ വന്നിട്ടായിരുന്നു അങ്ങോട്ടൊക്കെ ബസ്സൊക്കെ കയറി പോയത്. എയർപോർട്ടിലേക്കുള്ള ബസ്സൊക്കെ കിട്ടുക അങ്ങ് കുറച്ചും കൂടെ പോകാനുണ്ട്. നമുക്കിപ്പോഴേ ഇവിടെ വരേണ്ട കാര്യം വരുന്നില്ല. നമ്മുടെ
ബസ് വരുന്ന സമയത്ത് മാത്രം ഇങ്ങോട്ടേക്ക് വരാം. ഗെൻഡി ഹൈലാൻഡിൻ്റെ ഭാഗത്തേക്കുള്ള ബസ്സിൻ്റെ ടിക്കറ്റ് നിങ്ങൾക്ക് ഇവിടുന്ന് എടുക്കാം, ഓൺലൈൻ വഴി എടുക്കാം. ഓൺലൈൻ വഴി എടുത്ത് വരുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. ഇനിയിപ്പോൾ നേരെ KL സെൻട്രലിൻ്റെ ആ ഒരു അകത്തേക്ക് കയറാം. KL സെൻട്രൽ ഒരു സെറ്റപ്പ് സ്ഥലം തന്നെയാണ് കേട്ടോ. ഇവിടെയാണ് KTM കൊമോട്ടർ, അതായത് ബാത്തു കേവ്സിൻ്റെ ഭാഗത്തേക്കൊക്കെ ഇതിലൂടെയാണ് പോകാനുള്ളത്. അതായത് ഒരു AC സബർബൻ ട്രെയിൻ. ഇവിടെ തന്നെയാണ് മോണോ റെയില്, അതുപോലെ തന്നെ റാപ്പിഡ് KL, അതായത് മെട്രോ സ്റ്റേഷനൊക്കെ ഇവിടെ തന്നെയാണ്. ആ ഒരു മെട്രോ സ്റ്റേഷൻ്റെ ഭാഗത്തേക്കുള്ള റൂട്ടൊക്കെ ഇതാ ഇതിലൂടെ തന്നെയാണ്. പിന്നെ ഇവിടെ തന്നെ നമുക്ക് എയർപോർട്ടിലും പോകാനുള്ള ഡയറക്റ്റ് മെട്രോ ഒക്കെ കിട്ടും. KLIA ട്രാൻസിറ്റ് എന്നും കാണാം. അതുപോലെ തന്നെ ഇവിടെ KLIA എക്സ്പ്രസ് എന്നും കാണാം. KL സെൻട്രലിൽ നിന്ന് എയർപോർട്ടിലേക്ക് മെട്രോക്ക് ഒരാൾക്ക് 55 റിങ്കറ്റാണ് ആവുന്നത്. അതായത് ഏകദേശം ഒരു 1300 ഇന്ത്യൻ രൂപയാണ് ആവുന്നത്. ശരിക്കും നല്ലത് ബസ് തന്നെയാണ്. ബസ്സിന് ചെറിയ പൈസ മാത്രമേ ഉള്ളൂ. എയർപോർട്ടിലേക്ക് പോകാനുള്ള ബസ്സുകൾ ഇവിടെ നിന്നാണ് കിട്ടുക. ടെർമിനൽ 1ലേക്കും ടെർമിനൽ 2ലേക്കും ഇവിടെ നിന്ന് തന്നെയാണ് ബസ്സുകളൊക്കെ ഉള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓൺലൈൻ വഴിയും എടുത്തിട്ട് വരാം. പിന്നെ ഇവിടെ നിന്ന് ഇതാ കൗണ്ടർ വഴിയും ടിക്കറ്റ് എടുക്കാം. ഇവിടെ ഇതാ എയർപോർട്ടിലേക്ക് പോകാനുള്ള ബസ്സുകളുടെ ഒരു സമയമൊക്കെ കൊടുത്തിരിക്കുന്നത് കാണാം. എയർപോർട്ടിലേക്ക് പോകാനുള്ള ബസ് ഇതാ കടന്നു വരികയാണ്. ഞങ്ങൾ ഓൺലൈൻ വഴി ബുക്ക് ചെയ്തുകൊണ്ട് തന്നെ ഫ്രണ്ട് സീറ്റ് തന്നെയാണ് എടുത്തത്. കുറച്ച് പ്രായമായിട്ടുള്ളൊരു ചേട്ടനാണ് ഈ ബസ് ഓടിക്കുന്നത്. എയർപോർട്ട് കോച്ച്. അങ്ങനെ 3 മണിക്ക് തന്നെ എയർപോർട്ടിലേക്കുള്ള ബസ് ഇതാ പുറപ്പെട്ടു. ഇനി എത്ര മണിക്ക് അവിടെ എത്തും നോക്കാം. 1 മണിക്കൂർ തന്നെയാണ് പറയുന്നത്. ഇവിടെ നിന്നാണ് പ്രധാനപ്പെട്ട റോഡിലേക്ക് കയറുന്നത്. ഇവിടെ തന്നെ എത്ര വരികയാണെന്ന് നോക്കിയേ. 1 2 3 4, ഇവിടെ 5 6 വരി. അടിപൊളി റോഡ്. KL സെൻട്രലിൽ നിന്ന് ഇപ്പോൾ എടുത്തതേ ഉള്ളൂ വണ്ടി. ഏത് ഭാഗം വഴി നോക്കുവാണെങ്കിലും വലിയ വലിയ റോഡുകൾ മാത്രം. മുകളിലൂടെയൊക്കെ ഓരോരോ റോഡുകൾ പോകുന്നതൊക്കെ കാണാം. നാല് മണിയായിപ്പോൾ ടെർമിനൽ 2ൻ്റെ ഭാഗത്തേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. 2ൽ പോയതിനു ശേഷം അവിടുന്ന് പിന്നെയും ഉണ്ട് ഒരു 3 കിലോമീറ്ററിൻ്റെ അടുത്ത് ടെർമിനൽ 1ലേക്ക്. 1 മണിക്കൂർ യാത്ര തന്നെയാണ്. എയർപോർട്ടിന്റെ ഭാഗങ്ങൾ തന്നെയാണ് ഇതൊക്കെ. അതിലൂടെ ഒരു എയർ ഏഷ്യ പോകുന്നതാണ്. എയർപോർട്ടിൽ നിന്നുള്ള മെട്രോ ഇതാണ്. അങ്ങനെ ടെർമിനൽ 2ൻ്റെ ഭാഗത്തേക്ക് ഇതാ ബസ് എത്തുകയാണ്. ടെർമിനൽ 2ൽ നിന്നും ടെർമിനൽ 1ൻ്റെ ഭാഗത്തേക്ക് ഇനി പോവുകയാണ്. ശരിക്കും ഇത് കുറച്ച് മാറിയിട്ട് തന്നെയാണ് ഉള്ളത്. ഇങ്ങോട്ട് വരുമ്പോൾ മസ്റ്റായിട്ടും ടെർമിനൽ ഒന്ന് നോക്കി വെക്കണം കേട്ടോ. ഒന്ന് ജസ്റ്റ് മാറിപ്പോയാൽ പിന്നെ വീണ്ടും തിരിച്ച് വരേണ്ട ഒരു സാഹചര്യം വരും. പിന്നെ ഇവിടുന്ന് തന്നെ ഫ്രീ ഷട്ടിൽ സർവീസൊക്കെ ഉണ്ട്, അതായത് ബസ്സൊക്കെ ഉണ്ട്. 4:10 ഇപ്പോൾ ടെർമിനൽ 1ൻ്റെ ഭാഗത്തേക്കാ നമ്മളെത്തി. അങ്ങനെ ഇവിടെ ബസ് ഇറങ്ങി. ഒരാൾക്ക് 350 ഇന്ത്യൻ രൂപയാണ് ആയത്. നിങ്ങൾ ഒരുപാട് പേരുണ്ടെങ്കിൽ ഗ്രാബ് ആക്കി വരുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇതാണ് നമ്മൾ വന്ന ബസ്. ഇത് ടെർമിനൽ 1ലെ ബസ് സ്റ്റേഷനാണ്. ഒരുപാട് ബസ്സുകളൊക്കെ കാണാം ഇവിടെ. ഇനിയിപ്പോൾ നേരെ അകത്തേക്ക് കയറാം. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കോലാലംപൂർ എയർപോർട്ട്
വലിയൊരു എയർപോർട്ട് തന്നെയാണ്. ഞങ്ങളിപ്പോൾ ഇവിടെ തന്നെ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമാണ് വീണ്ടും തിരിച്ചു വരുന്നത്. ഇത് ഡൊമസ്റ്റിക് ഡിപ്പാർച്ചറും ഇത് ഇൻ്റർനാഷണൽ ഡിപ്പാർച്ചറുമാണ്. ഇനിയിപ്പോൾ ഈ സ്ക്രീനിൽ നമ്മുടെ വിമാനം എത്ര മണിക്കാണ്, ഇന്ന് ഡിലേ ഒക്കെ ആണോ എന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഇപ്പോൾ സിംഗപ്പൂർ, കാത്മണ്ഡു, അതായത് നേപ്പാൾ, ന്യൂഡൽഹി, ബാത്തിക് എയർ എന്ന് കണ്ടോ, അതിലാണ് നമ്മളിന്ന് പോകുന്നത്. 9:30 ട്രിവാൻഡ്രത്തേക്കൊക്കെ ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ഫ്ലൈറ്റ് ഇത് ഓൾറെഡി ഇവിടെ വന്ന് 10:10 ഓടി 231. ഇപ്പം നമ്മുടെ കൗണ്ടർ ഓപ്പൺ ആയി. ഞങ്ങൾ ഓൾറെഡി തന്നെ വെബ് ചെക്കിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ നമുക്കതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കാം. ക്യൂ നിൽക്കേണ്ട കാര്യം വരുന്നില്ല. എമിഗ്രേഷനിൽ കയറി നമുക്കിതാ ഇവിടുന്ന് ഡിപ്പാർച്ചർ സീലും കിട്ടിയിട്ടാ. സീല് കിട്ടുന്ന സമയത്ത് പ്രത്യേകിച്ച് ഒന്നും ചോദിച്ചില്ല കേട്ടോ. പക്ഷെ ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത്, എമിഗ്രേഷനിൽ വന്ന സമയത്ത് കൗണ്ടറിൽ ഒരു ലേഡി ഓഫീസർ ഉണ്ടായത്. ആദ്യം തന്നെ നവി പോയോടും ഞങ്ങൾ ഈ സിംഗപ്പൂർ തായ്ലൻഡിൻ്റെ ബോർഡറിലേക്കൊക്കെ പോകുന്നുണ്ടല്ലോ, അതായത് ഏകദേശം 3 ആഴ്ചയോളം നീണ്ടുന്ന ഒരു യാത്രയായിരുന്നു. ഇത്രയും ദിവസം, അതായത് ഒരുപാട് ബോർഡറിലേക്കൊക്കെ പോകുന്നതുകൊണ്ട് അവർക്ക് ചെറിയൊരു സംശയം തോന്നി. ആദ്യം തന്നെ നവീനോട് അങ്ങോട്ട് ഇതെല്ലാക്കി ചെറുത് പേടിച്ചൊക്കെ ചെയ്തല്ലേ സമയത്ത്. നോക്കി പേടിപ്പിച്ചു. പറഞ്ഞ കാര്യം ആ സമയത്ത് ഭയങ്കര ടെൻഷൻ. അവർക്ക് ഒരുമാതിരി ഒരു നോക്കി പേടിപ്പിക്കലാണ്. അതായത് ട്യൂണ് കേൾക്കണം. ഞാൻ പറയട്ടെ, ഒരു 4 ദിവസത്തേക്കെല്ലാം നിങ്ങൾ മലേഷ്യ വരുവാണെങ്കിൽ ഒരു പ്രശ്നമില്ല. ഞങ്ങള് ഒരുപാട് ദിവസം ഉണ്ടല്ലോ ഇവിടെ, അതാണ് അങ്ങനെ ചോദിക്കാൻ കാരണം. ബോർഡർ ഭാഗത്തേക്ക് പോകുന്നില്ല. അതുകൊണ്ടാണ് ആ സമയത്ത് തന്നെ നമ്മുടെ ഇവിടുന്ന് ഇമിഗ്രേഷൻ ഇറങ്ങുന്ന സമയത്ത് ചെയ്യുന്ന സമയത്ത് തന്നെ ഇവിടെ ഞങ്ങൾ പുറപ്പെടുന്ന നമ്മുടെ ഫ്ലൈറ്റിന്റെ ടിക്കറ്റ് അവർ ചോദിക്കുമല്ലോ, ആ ഒരു ഡേറ്റ് അടക്കം ഇതിൽ നോട്ട് ചെയ്ത് വെച്ച് കൃത്യമാണോ എന്ന് അറിയാൻ വേണ്ടി മാത്രം. ആദ്യം തന്നെ എത്തുന്നത് ഡ്യൂട്ടി ഫ്രീയുടെ ഭാഗത്തേക്കാണ്. ചോക്ലേറ്റോ കുപ്പിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ട് പോവാം. ഇവിടെ പ്ലാസ പ്രീമിയം ലോഞ്ച് ഉണ്ട് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ക്രെഡിറ്റ് കാർഡോ, അതായത് ഈ ലോഞ്ച് ആക്സസ് ചെയ്യാൻ പറ്റുന്ന കാർഡ് ഉണ്ടെങ്കിൽ വെറും 2 രൂപ ചിലവിൽ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് കയറി ഇരുന്ന് വെയിറ്റ് ചെയ്യാം. ഒരുപാട് ഫുഡൊക്കെ കഴിക്കാം. പിന്നെ ഞങ്ങളുടെ കയ്യിൽ അങ്ങനത്തെ കാർഡുകളൊന്നുമില്ല. എനിക്ക് ഇവിടെ ചുമ്മാ അതിലൂടെയൊക്കെ കറങ്ങി നടക്കാം. പിന്നെ ഈ ഭാഗത്തും ഒരുപാട് ഷോപ്പുകളൊക്കെ ഉണ്ട്. ഇവിടെയാണ് നമ്മുടെ കുപ്പികൾ. ഇതിനും ഒരുപാട് ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഭാഗത്ത് വിസ്കിയാണ് കണ്ടോ, വിസ്കികളാണ് ഇവിടെ മുഴുവനും. G6 ആണ് നമ്മുടെ ഗേറ്റ്. ഇവിടെ G2, G3 അങ്ങനെയാണ്. ഇനി ഒരുപാട് നേരം നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം. ഏകദേശം 3 മണിക്കൂറിന് മുകളിലുണ്ട് സമയം. ഞങ്ങളിതൊരു സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞിട്ടില്ല. സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞിട്ട് ഇങ്ങോട്ടാണ് പോകാനുള്ളത്. ഇവിടെ തന്നെയാണ് എയർപോർട്ടിൻ്റെ നല്ലൊരു കാഴ്ചയൊക്കെ കാണാനായി സാധിക്കുക. ഒരുപാട് വിമാനങ്ങളൊക്കെ കാണാം. ഇത് ഇവിടെ ഒരു എയർ ഏഷ്യൻ്റെ വിമാനമുണ്ട്. ഇതിപ്പോൾ ഒന്നിലേക്ക് ബോർഡിങ് ചെയ്യുകയാണ്. പിന്നെ ഒന്നതാ അതിലൂടെ പോകുന്നത് കാണാം. ഞങ്ങളിന്ന് യാത്ര പോകുന്നത് ബാത്തിക് എയർവേസിനാണ്. ഈ കോലാലംപൂർ തന്നെയാണ് ബാത്തിക് എയർവേസിന്റെ പ്രധാനപ്പെട്ട ഒരു ഹബ്ബ്. ഇവർക്ക് ഇവിടുന്ന് കൊച്ചി, ട്രിവാൻഡ്രം, ബാംഗ്ലൂർ, ചെന്നൈ ഭാഗത്തേക്കൊക്കെ സർവീസ് ഉണ്ട്. ഇതൊരു ബഡ്ജറ്റ് എയർലൈൻ ആണ്. ഞങ്ങൾ ഈ ഒരു വിമാനത്തിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തത് 1.5 മാസം മുന്നെയാണ്. ഒരാൾക്ക് കൊച്ചിയിലേക്ക് 5500 രൂപ മാത്രമാണ് ടിക്കറ്റ് ചാർജ് ആയത്. ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ ഒരു റേറ്റിൽ തന്നെയാണ് ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടിയത്. ഞങ്ങൾ ബുക്ക് ചെയ്തതിന് ശേഷം അത് 10,000 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പരമാവധി നിങ്ങൾ നേരത്തെ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നോക്കുക. ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് സീറ്റ് സെലക്ഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒന്നുകിൽ നമുക്ക് കൗണ്ടറിലേക്ക് വരണം സീറ്റ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതായത് നമ്മൾ ചെക്ക് ഇൻ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ പിന്നെ വെബ് ചെക്ക് വഴി എടുക്കാൻ പറ്റും. അതായത് വിമാനം പുറപ്പെടുന്നതിൻ്റെ 24 മണിക്കൂർ മുന്നെയാണ് വെബ് ചെക്കിങ് ഓപ്പൺ ആവുക. ഞങ്ങൾ ഇന്നലെ നൈറ്റാണ് വെബ് ചെക്കിങ് ചെയ്തത്. സീറ്റ് സെലക്ട് ചെയ്യുന്നതിന് പിന്നെ എക്സ്ട്രാ പേയ്മെൻ്റ് ഒന്നുമില്ല. ഞങ്ങൾക്ക് വിൻഡോ സീറ്റ് തന്നെ വേണം. അതുകൊണ്ടാണ് വെബ് ചെക്കിങ് ചെയ്തത്. ഇത് ചെയ്തതിന് ശേഷം ഞങ്ങൾക്ക് എന്താണ് ബാക്കി ചെയ്യേണ്ടതെന്ന് അറിയില്ല. അതാണ് ഫസ്റ്റ് ഞങ്ങൾ കൗണ്ടറിൽ പോയിട്ട് കുറച്ച് നടന്ന് ഇതൊക്കെ ഒരാളോട് ചോദിച്ച് മനസ്സിലാക്കിയത്. വെബ് ചെക്ക് ചെയ്യാനും അറിയില്ല, ആദ്യമായിട്ടാണ് ചെയ്തത്. ചെയ്യുന്ന സമയത്ത് നമ്മുടെ പാസ്പോർട്ടിൻ്റെ നമ്പറും നമ്മുടെ നെയിമൊക്കെ കൃത്യമായിട്ട് അവിടെ കൊടുത്താൽ മാത്രം മതി. അങ്ങനെ അപ്പം തന്നെ അത് അപ്രൂവ് ആയി കിട്ടും. ഇനിയിപ്പം കുറച്ച് നേരം കൂടെ ഇവിടെ വെയിറ്റ് ചെയ്യാനുണ്ട്. നമ്മുടെ ബോർഡിംഗ് ഇല്ലേ, അതായത് ഗേറ്റിലേക്കുള്ള എൻട്രൻസ് ഒന്നും ഇതുവരെ ആയിട്ടില്ല. ഐ ലവ് മെലാക്ക. ഞങ്ങൾ മെലാക്ക നഗരത്തിൽ പോയ സമയത്ത് ഇതുപോലെയുള്ള ഒരുപാട് വണ്ടികൾ കണ്ടിട്ടുണ്ടായിരുന്നു. കാരണം ഇത് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു അട്രാക്ഷനാണ്. ഇപ്പോൾ 8:40 നമ്മുടെ സെക്യൂരിറ്റി ചെക്ക് ഇതുവരെ ആയിട്ടില്ല. സെക്യൂരിറ്റി ചെക്കൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ നേരെ അകത്തേക്ക് കയറുകയാണേ. വെള്ളം പോലും അകത്തേക്ക് കയറ്റി വിട്ടില്ല. അത് ശരിക്കും പറഞ്ഞാൽ ഒരു ചതിയായി പോയല്ലോ. 2 കുപ്പി വെള്ളമാണ് വാങ്ങിച്ചത്. പോട്ടെ.
ഫൈനലി നമ്മുടെ ബോർഡിങ് സ്റ്റാർട്ടായിട്ടുണ്ട്. നേരെ ഇനിയിപ്പോൾ വിമാനത്തിലേക്ക് കയറുകയാണ്. നമ്മളാണ് രണ്ടാമത്. ഇനിയിപ്പോൾ ഇതാ മലേഷ്യനോടൊക്കെ വിട പറഞ്ഞ് ഇന്ത്യയിലേക്ക് ഞങ്ങളിതാ പോവുകയാണ്. ഹലോ, ഇത് ഇതിൻ്റെ ബിസിനസ് ക്ലാസ് ആണെന്ന് തോന്നുന്നു. ഈ ഒരു ഭാഗത്ത് നമ്മളങ്ങ് പുറകിലാണ്. ഹലോ, അപ്പം ഇവിടെയാണ് 27 ആണ് നമ്മുടേത്. 27 അവിടെ 23, 25, 26 ഇവിടെയാണ് നമ്മുടെ. അതായത് ഒരു വിൻഡോയും ഒരു മിഡിൽ സീറ്റും. ആരും വന്നിട്ടില്ല, ഫസ്റ്റ് കയറിയല്ലേ. വിമാനത്തിൻ്റെ ഏറ്റവും പുറകിലാണ് ഫുഡൊക്കെ സ്റ്റോർ ചെയ്യുന്നത്. പിന്നെ ഈ വിമാനത്തിൽ സീറ്റൊക്കെ കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയാണ്. 27 കാണും, FED. അതിൽ F ആണ് വിൻഡോ ആ ഒരു ഭാഗം വരുന്നത്. പിന്നെ ഇവിടെ തന്നെ സീറ്റ് ബെൽറ്റൊക്കെ ഉണ്ട്. ആൾക്കാരൊക്കെ കയറി വരുന്നതേ ഉള്ളൂ. സുഖമായിട്ട് കയറി വരാൻ പറ്റി. പിന്നെ ഇവിടെ തന്നെ ലെഗ് സ്പേസ് കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഇവിടെ കുറച്ച് ബാത്തിക്കാറിൻ്റെ ഒരു ബുക്കൊക്കെ ഉണ്ട്. ഇവിടുത്തെ കുറച്ച് ടൂറിസ്റ്റ് പ്ലേസിനെ പറ്റി പറയുന്ന ഒരു ബുക്കാണ്. പിന്നെ ഇവിടെ ഒരു ടേബിളുണ്ട്, എന്തെങ്കിലും ഭക്ഷണമൊക്കെ കഴിക്കണമെങ്കിൽ ഭക്ഷണം കഴിക്കാം. പിന്നെ ഇവിടെ ഒരു സ്ക്രീൻ ഉണ്ട്. ഇത് വർക്കിംഗ് അല്ല, വർക്കിംഗ് ഇല്ലാത്തൊരു സ്ക്രീൻ. നമുക്ക് പുറത്തേക്കുള്ള കാഴ്ചയൊക്കെ ഇങ്ങനെയാണ് കേട്ടോ. നല്ല ക്ലിയർ വിൻഡോ തന്നെയാണ്. ഇത് വേണമെങ്കിൽ അടക്കമൊക്കെ ചെയ്യാം. ഞങ്ങൾ സീറ്റ് എടുത്തത് ഈ ഒരു ചിറകിന്റെ തൊട്ട് പുറകിലാണ്. അതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ കാഴ്ചകളൊക്കെ കാണാം. ഇവിടുന്ന് 10:05 നമ്മുടെ വിമാനം പുറപ്പെടുക. എന്നിട്ട് 4 മണിക്കൂർ പറക്കാനുണ്ട്. എന്നിട്ട് 11:45 തന്നെ കൊച്ചിയിലെത്തും. അതെങ്ങനെയാണെന്ന് അറിയോ? നമ്മുടെ ഇന്ത്യൻ സമയം, അതായത് 2.5 മണിക്കൂർ പുറകിലേക്കാണ്. ഇപ്പം ഇവിടെ 7:02 ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ പെട്ടെന്ന് വിചാരിക്കുമ്പോൾ 10:05 പുറപ്പെട്ടിട്ട് 11:40 എത്തുന്നോ? അതിന്റെ കാര്യം ഇതാണ്. കൊച്ചിയിൽ നിന്ന് കോലാലംപൂരിലേക്ക് ഞങ്ങൾ എയർ ഏഷ്യയിലാണ് വന്നത്. അതിന്റെ സീറ്റൊക്കെ കുറച്ച് പ്രശ്നമായിരുന്നു. ഇതിന്റെ സീറ്റ് നമുക്ക് പുഷ് ബാക്ക് ചെയ്യാൻ പറ്റും. ഒന്നാക്കിയേ, ഇത്രയ്ക്കും കിട്ടുന്നില്ലേ അല്ലേ? സുഖമായിട്ടിരിക്കുക, കിടക്കാം അല്ലേ? ടോയ്ലറ്റ് വരുന്നത് ഇങ്ങനെയാണ്. ചെറിയ സ്ഥലം മാത്രമേ ഉള്ളൂ. അത്യാവശ്യം ഒരു വാഷ് ബേസിനും ഉണ്ട് ഇവിടെ. കൊച്ചിയിൽ നിന്ന് മലേഷ്യയിലേക്ക് വന്ന സമയത്ത് ഇന്തോനേഷ്യൻ്റെ മുകളിലൂടെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് മേധാൻ എന്ന് പറഞ്ഞ വലിയൊരു സിറ്റി ഭാഗം വഴി. ഞാൻ വരുന്ന സമയത്ത് ഏതോ ഒരു രാജ്യം എന്നൊക്കെയാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ തിരിച്ചു പോകുന്നത് അതേ വഴിയാണോ എന്നറിയത്തില്ല. എന്തായാലും പുറപ്പെട്ട ഉടനെ തന്നെ നമ്മൾ കാണുക ഈ ഒരു വലിയൊരു ഭാഗമാണ്. അതായത് മേധാൻ എന്ന് പറഞ്ഞ വലിയൊരു സിറ്റിൻ്റെ ഭാഗം. 10:10 നമ്മുടെ വിമാനം ഇതാ റൺവേയിലേക്ക് നീങ്ങുകയാണ്. കോലാലംപൂർ എയർപോർട്ടിൻ്റെ ഒരു രാത്രി കാഴ്ച. കൂടുതലും മലേഷ്യൻ എയർലൈൻസ് തന്നെയാണ് ഇവിടെ ഉള്ളത്. ഇപ്പം റൺവേയിലേക്ക് കയറുന്നതേ ഉള്ളൂ. അങ്ങനെ നമ്മളിത് മലേഷ്യയുടെ മണ്ണിൽ നിന്നും പറക്കാൻ പോവുകയാണ്. പുറത്തെ കാഴ്ചകളൊക്കെ ഇതാ ഇങ്ങനെ തന്നെയാണ്. ഇന്തോനേഷ്യൻ്റെ മുകളിലൂടെ പോകാൻ നോക്കാം. പുറത്തിപ്പം നല്ല മിന്നലാണ്. ഇന്തോനേഷ്യൻ്റെ മുകളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ നല്ല ഇടിയോടുകൂടിയ മഴ തന്നെയാകും. ഇപ്പോൾ വിമാനത്തിൽ പോകുമ്പോൾ ആദ്യമായിട്ടാണ് കേട്ടോ മിന്നൽ കാണുന്നത് ഇത്ര അടുത്തുനിന്ന്. നല്ല പ്രകാശം. എനിക്കൊരു ക്യാമറയിൽ കുറച്ച് വ്യക്തത കുറവുണ്ടാവും. ഇത് പുറത്ത് നല്ല ഇരുട്ടായതുകൊണ്ടാണ്. ഓ, ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ കാണുമ്പോൾ പേടിയാവുക. അതിലൊരു വെറൈറ്റി
നമ്മൾ ഇന്ത്യ എന്ന മഹാരാജ്യത്തിലേക്ക് ഇതാ എത്തി. പതിനൊന്ന് 40 കൊച്ചിയിലെത്തി. എല്ലാവരും ഇറങ്ങി. ഏറ്റവും അവസാനം ഇറങ്ങാം. എയർ ഏഷ്യനെക്കാട്ടി നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടിയത് ഇതിൽ നിന്നായിരുന്നു. താങ്ക് യു. അപ്പം നമ്മളിതാ കൊച്ചിയിലേക്ക് എത്തി. ഇനി നേരെ പോകുന്നത് ഇമിഗ്രേഷൻ്റെ ഭാഗത്തേക്കാണ്. അവിടെ പോയിട്ട് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടല്ലോ. പെട്ടെന്ന് തന്നെ അവിടുത്തെ കാര്യങ്ങളും കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാം. നമ്മളിപ്പോൾ വന്ന വിമാനമില്ലേ, അതിന്ന് 12:45 തന്നെ തിരിച്ച് കോലാലംപൂരിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. എമിഗ്രേഷൻ കഴിഞ്ഞ് നേരെ എത്തുന്നത് കൊച്ചിൻ ഡ്യൂട്ടി ഫ്രീയുടെ ഭാഗത്താണ്. എനിക്ക് ഇവിടുന്ന് വേണമെങ്കിൽ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് പോവാം. എയർപോർട്ടിന്റെ പുറത്തിറങ്ങിയ എയർപോർട്ടിന്റെ അകത്തൂടെ നടന്നു വരുമ്പോൾ ഒരു മണി എക്സ്ചേഞ്ചിന്റെ ഷോപ്പ് കണ്ടിട്ടുണ്ടായിരുന്നു. 100 റിംഗറ്റ് കൊടുത്താൽ എത്ര ഇന്ത്യൻ രൂപ തിരിച്ചു കിട്ടുമെന്ന് ചോദിച്ചു. വെറും 2000 രൂപ മാത്രം. എത്രത്തോളം നഷ്ടമാണ് ഇവിടെ വരുന്നതെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. മലേഷ്യയിൽ നിന്ന് ഞങ്ങൾ മാറ്റിയ സമയത്ത് വലിയ നഷ്ടമൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെയുള്ള ഒരു എമൗണ്ട് തന്നെയാണല്ലോ നമുക്ക് കിട്ടിയത്. അപ്പോൾ എയർപോർട്ടിൽ ഇങ്ങനെ ചേഞ്ച് ചെയ്യുമ്പം ഈ ഒരു കാര്യം നിങ്ങളൊന്ന് ജസ്റ്റ് ശ്രദ്ധിക്കുക. ഇനി ഞങ്ങളുടെ പ്ലാൻ പറയാം. ഈ സമയത്ത് ഇനിയിപ്പോൾ വേറെ ട്രെയിനൊന്നും ഇല്ല ഞങ്ങളുടെ നാട്ടിലേക്ക്. അതായത് ഇവിടെ നിന്ന് ഇനിയിപ്പോൾ പോയാൽ അതൊന്നും കിട്ടൂല. ഇനിയിപ്പോൾ രാവിലെയാണ് ഒരു ട്രെയിൻ ഉള്ളത്. അതായത് എറണാകുളത്ത് നിന്ന് പൂനെയിലേക്കുള്ള ഒരു സൂപ്പർ ഫാസ്റ്റ് ഇല്ലേ, അതിൽ കറണ്ട് ബുക്കിംഗ് വഴി 3rd AC ബുക്ക് ചെയ്തു. സ്ലീപ്പർ ക്ലാസ് ഒന്നും അവൈലബിൾ ഇല്ല. അപ്പോൾ അത് പോകണമെങ്കിൽ നമുക്ക് നേരെ ആദ്യം ആലുവയിലേക്ക് പോകണം. ഈ സമയത്ത് ഷട്ടിൽ സർവീസ് ഒന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? അപ്പോൾ എന്തായാലും നമുക്ക് ഊബർ ആക്കണം. ഊബർ ആക്കിയിട്ട് നേരെ ആലുവ പോകണം. ആലുവയിൽ നിന്ന് പിന്നെ നമുക്ക് ഏതെങ്കിലും ഒരു ട്രെയിൻ കയറി നേരെ എറണാകുളത്തേക്ക് പോവാം. ഈ ടാക്സിയിലാണ് ഞങ്ങൾ ഇവിടെ വന്നത്. ആലുവ റെയിൽവേ സ്റ്റേഷന് മുന്നിലെത്തി. 480 രൂപയാണ് ഞങ്ങൾക്കായത്. ഇപ്പൊ നേരെ അകത്തേക്ക് കയറാം. നമ്മളിനിപ്പോ എറണാകുളം ജംഗ്ഷനിലേക്ക് പോകുന്നത് ഈ ട്രെയിനാണ്. ടാറ്റാ നഗർ എറണാകുളം എക്സ്പ്രസ്. ഇതിന്റെ അൺറിസർവ്ഡ് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഒരാൾക്ക് 35 രൂപയാണ് ആയത്. പുറകിൽ കയറാം. ഈ ട്രെയിനിൽ ഇനിയിപ്പോൾ ഒരുപാട് പേര് ഇവിടെ ഇറങ്ങാനുണ്ടാവും. അൺറിസർവ്ഡിൽ എന്തായാലും ഒരുപാട് സീറ്റുകൾ കാണും. ഇവിടെ സീറ്റിന്റെ അടിയിലൊക്കെ മുഴുവനും വേസ്റ്റുകളാണ്. ഒരു വൃത്തികെട്ട സ്മെല്ലാണ് ഇതിൻ്റെ അകത്ത്. ഇപ്പോൾ 1:55 ട്രെയിൻ ഇതാ എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. ഇതൊന്നെങ്കിൽ അല്ല, ഇത് ഇൻട്രസിറ്റി തന്നെയാണ് കണ്ണൂരിലേക്ക് പോകുന്ന വണ്ടി. അല്ലെങ്കിൽ പിന്നെ ഇതിന് റേറ്റ് ഷെയറിംഗ് ഉണ്ടല്ലോ വഞ്ചിനാടായിട്ട്. എറണാകുളം എത്തിയപ്പോൾ അൺറിസർവ്ഡ് കോച്ചിൻ്റെ ഒരു കാഴ്ചയാണ്. ഈ ഭാഗത്ത് മുഴുവനും ഒരു കൂട്ടം കുപ്പികളത്രയാണ്. കുപ്പികൾ തന്നെയാണ് കൂടുതൽ ഈ ഭാഗത്തുള്ളത്. പിന്നെ ഇതാ ഇവിടേക്ക് ഇതാ കുപ്പികൾ മാത്രമല്ല, ഒരുപാട് വേസ്റ്റൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഇതാ ഒരു ബോട്ടിൽ ഈ ഒരു വിൻഡോൻ്റെ ഭാഗത്താക്കി വെച്ചത് കണ്ട. ടോട്ടലി വൃത്തികേട് തന്നെയാണ്. ഓ, നമുക്കിനിപ്പോൾ ഇവിടെ ഇറങ്ങാം. ഇപ്പോൾ 2 മണിയായേ. ഞങ്ങളിനിപ്പോൾ നേരെ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോവാണ്. ഇനിയിപ്പോൾ ഏതെങ്കിലും റെസ്റ്റോറൻറ്റ് തുറന്നിട്ടുണ്ടോ എന്ന് ആദ്യം നോക്കണം. കാരണം ഞങ്ങൾ ഇന്നലെ ഉച്ചക്ക് കഴിച്ചതേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ ഭക്ഷണം. പിന്നെ ഇവിടെ ഈ സമയത്ത് ഓട്ടോ സ്റ്റാൻഡൊക്കെ ഉണ്ട്. ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്, അത് ക്ലോസ് ആണ്. ചെറിയ എന്തെങ്കിലും കട തുറന്നിട്ടുണ്ടോ എന്ന് നോക്കണം ഒന്ന്. ഇല്ല, ഇവിടെ ഒന്നും ഇല്ല. എന്തായാലും കുറച്ച് നടന്ന് നോക്കാം. ചായക്കടയുണ്ട്. ചായക്കടയൊന്നും വേണ്ട, റെസ്റ്റോറൻറ്റ് തന്നെ വേണം. ഞാൻ ചായ കുടിക്കുന്നില്ല എന്ന് ആദ്യം പറഞ്ഞില്ലേ. ഇനിയിപ്പോൾ ചായയെങ്കിൽ ചായ. അവിടെ ഒരു ഷോപ്പുണ്ട്, നേരെ അങ്ങോട്ട് പോകാം. ആകെ ഇപ്പോൾ ഇവിടെ തുറന്നൊരു ഷോപ്പ് അത് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ഇവിടുന്ന് ഓരോരോ ചായയും
ഒരു ചിക്കൻ റോളും. നവീൻ ഇവിടുന്ന് സമോസ ഇതാ കഴിക്കുന്നുണ്ട്. ചായയൊക്കെ കുടിച്ചിതാ റെയിൽവേ സ്റ്റേഷനിലേക്ക് തന്നെ വീണ്ടും വന്നു. ഈ പുറകെ കാണുന്ന വണ്ടിയിൽ തന്നെയാണ് നമുക്കിന്നിപ്പോൾ യാത്ര ചെയ്യാനുള്ളത്. ഞങ്ങൾ ആലുവയിൽ ടാക്സിക്ക് വന്ന് ഇറങ്ങിയില്ലേ, ആ സമയത്ത് തന്നെ ഞങ്ങളുടെ നാട്ടിലേക്ക് പോകുന്നൊരു ട്രെയിൻ ഉണ്ടായിരുന്നു, തിരുവനന്തപുരം മംഗളൂരു എക്സ്പ്രസ്. അതിൽ പിന്നെ റിസർവേഷൻ ഒന്നും ചെയ്യാത്തതുകൊണ്ട് ജനറലിൽ നല്ല തിരക്കായിരിക്കും, നിന്നിട്ട് പിന്നെ പോകണ്ടേ, ഇത്ര ലോങ് ഒന്ന് വരുന്നതല്ലേ. പിന്നെ അതാണ് അങ്ങനെ അത് ഒഴിവാക്കി ഈ ഒരു വണ്ടിയിൽ കറണ്ട് അവൈലബിൾ കണ്ടപ്പം തേർഡ് AC-യിൽ 2 ടിക്കറ്റ് ബുക്ക് ചെയ്തത്. B3 ആണ് നമ്മുടെ കോച്ച്. ഇപ്പോൾ ഇവിടെ ക്ലീനിങ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു 1.5 മണിക്കൂർ കഴിയും കോച്ചൊക്കെ ഓപ്പണായി വരാൻ. ഇന്ന് ഈ വണ്ടി ഇവിടെ എത്തിയത് കുറച്ച് ഡിലേ ആയിട്ടാണ്. അതാണ് ഇപ്പോൾ ഇതിൻ്റെ ക്ലീനിങ് ഒക്കെ പെട്ടെന്ന് തന്നെ നടക്കുന്നത്. പിന്നെ ഇതിൻ്റെ റേറ്റ് ഷെയറിംഗ് ഒക്കെ പറയുകയാണെങ്കിൽ എറണാകുളം പൂനെ സൂപ്പർ ഫാസ്റ്റ്, എറണാകുളം പൂനെ പൂർണ്ണ എക്സ്പ്രസ്, പൂനെ ദർഭംഗ എക്സ്പ്രസ്, ഇത്രയും വണ്ടികളായിട്ടാണ് ഇത് റേറ്റ് ഷെയറിങ് പോകുന്നത്. 4 മണിയായേ ഞങ്ങളുടെ B3 കോച്ചിലേക്ക് കയറി. പിന്നെ ഇവിടെ തന്നെ പൂനെയിൽ നിന്ന് കൊണ്ടുവന്ന ആ ഒരു ബെഡ്ഷീറ്റൊക്കെ ഇപ്പോഴും ഉണ്ട്, അതൊന്നും ഇവർ ഇവിടുന്ന് മാറ്റിയിട്ടില്ല. ഞങ്ങളുടെ ബെർത്ത് 59 ഒരു അപ്പർ ബെർത്തും പിന്നെ 60 മറ്റൊരു ലോവർ ബെർത്തുമാണ് കിട്ടിയത്. ഒരേ ഭാഗത്ത് തന്നെ കിട്ടിയല്ലോ അല്ലേ? അല്ല, അതുപോലെ തന്നെ വണ്ടി 9:45 കഴിയുമ്പോഴാണ് കണ്ണൂരെത്തുക. നമ്മുടെ കയ്യിലാകെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ, എങ്ങനെയെങ്കിലും ഒന്ന് കിടന്ന് ഉറങ്ങിയാൽ മതി മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവര് പുതപ്പുകളൊക്കെ തരേണ്ടതല്ലേ? പുതപ്പൊന്നും ഇതൊരു ഞാൻ ഒരു പുറപ്പെടേണ്ട സമയത്താകുമ്പോൾ കൊണ്ടുവന്ന് തരിക. ഈ ട്രെയിനിൽ ഞങ്ങൾ കണ്ണൂർ വരെയാണ് യാത്ര പോകുന്നത്. നമുക്കുള്ള ഇതാ ബെഡ്ഷീറ്റൊക്കെ കൊണ്ടുവന്ന് തന്നു. ഇനിയിപ്പം ഞങ്ങൾ ഇപ്പം തന്നെ കിടന്നുറങ്ങുവാണേ, കാരണം നല്ല ഉറക്കം ഇപ്പം തന്നെ വന്നു. അധികമൊന്നും യാത്ര ചെയ്യാനില്ലല്ലോ. ഇനിയിപ്പം രാവിലെ മുതലുള്ള കാഴ്ചകൾ കാണാം. ഗുഡ് മോർണിംഗ്. രാവിലെ 9:20 ട്രെയിൻ ഇപ്പോൾ വടകര റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇവിടെ ട്രെയിന് സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. ഇവിടെ ഇപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഒരു ട്രെയിൻ വരാനുണ്ട്, മംഗളൂരു ചെന്നൈ എഗ്മോർ. 9:42 ട്രെയിൻ ഇതാ തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. ഇനി അടുത്തതാണ് കണ്ണൂർ. അങ്ങനെ നമ്മൾ കണ്ണൂരെത്തി. 10:03 ഈ ട്രെയിനിൽ നിന്ന് ഇവിടെ ഇറങ്ങാം. ഇവിടെ ട്രെയിൻ ഇറങ്ങി ഉടനെ തന്നെ രാവിലെ അല്ലേ ഭക്ഷണം കഴിക്കാൻ പോകും. ഞങ്ങളിവിടെ ഫുഡ് കോർട്ടിലേക്ക് വന്നേ. നെയ്പത്തിൽ പറഞ്ഞ് ഇതാ ഇവിടെ ചിക്കൻ കറി ഉണ്ട്, പിന്നെ ഇതാ ഇവിടെ അപ്പമുണ്ട്. നവിയാണ് ഇതൊക്കെ വിളമ്പി തരുന്നത്. നല്ല വിശപ്പല്ലേ നവി? അത് ഇന്നലെ ഞങ്ങള് മലേഷ്യയിൽ നിന്ന് കയറുമ്പം രാത്രിക്കാണ്, വൈകുന്നേരമാണ് എയർപോർട്ടിന്റെ ഭാഗത്ത് എത്തിയത്. എയർപോർട്ടിൽ നിന്ന് ഞങ്ങളൊന്നും വാങ്ങില്ല, അതായത് ഉച്ചക്കാ കഴിച്ച ഒരു ഊണ് മാത്രമേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴാണ് ഒന്നും കൂടെ നല്ലൊരു ഫുഡ് കഴിക്കാൻ കിട്ടിയത്. ഭക്ഷണം കഴിച്ച് കണ്ണൂർ റെയിൽവേ സ്റ്റേഷന്റെ പുറത്തേക്ക് ഇറങ്ങിയ ഇവിടെ ഇപ്പോൾ പണികളൊക്കെ നടക്കുന്നുണ്ട്. നല്ല ഫുഡായിരുന്നു കേട്ടോ. ഇവിടെയാണ് റെയിൽവേ മുത്തപ്പൻ മടപ്പുര ഉള്ളത്. ഇനി ഞങ്ങൾ നേരെ പോകുന്നത് നീലേശ്വരത്തേക്കാണ്. കോയമ്പത്തൂർ മംഗളൂരു ഇന്റർസിറ്റി എക്സ്പ്രസിന്റെ അൺറിസർവ്ഡിൽ ഞങ്ങൾ 2 ടിക്കറ്റ് എടുത്തു. ഒരാൾക്ക് 50 രൂപയാണ് ആയത്. ഞങ്ങളിവിടെ പ്ലാറ്റ്ഫോമിലേക്ക് കയറിയേ. വണ്ടി ഇപ്പോൾ ഇവിടെ എത്തും. പിന്നെ ഇവിടെ മറ്റൊരു ട്രെയിൻ വരുന്നതാണ്, ബംഗളൂരു കോഴിക്കോട് എക്സ്പ്രസ്. പത്തേ 50 പോകാനുള്ള ഇന്റർസിറ്റി ഇതാ കടന്നു വരികയാണ്. കണ്ണൂർ വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ അടുത്ത സ്റ്റോപ്പ് പയ്യന്നൂരാണ്, പിന്നെ നീലേശ്വരം. ഈ പുറകിലത്തെ അണ്ടർസോളിലാണ് കയറുന്നത്. തിരക്കുണ്ട്. മംഗളൂരു സെൻട്രൽ കോയമ്പത്തൂർ എക്സ്പ്രസ് ആണ്. പതിനൊന്ന് 40 യാത്ര ചെയ്ത് അങ്ങനെ ഇതാ നീലേശ്വരം റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. ഇന്റർസിറ്റി എക്സ്പ്രസ്. ഇതിൽ മുഴുവൻ ഇപ്പം ദേശാഭിമാനിൻ്റെ പരസ്യമാണ്. അങ്ങനെ ഇതാ നീലേശ്വരത്ത് നിന്ന് ട്രെയിൻ എടുത്തിരിക്കുകയാണ്.
ഈ ട്രെയിനിൻ്റെ അടുത്ത സ്റ്റോപ്പ് കൊക്കരയൊക്കെ കോഴിയൊക്കെ ഉണ്ട് ട്രെയിനിൻ്റെ അകത്ത്. കാഞ്ഞങ്ങാട്, കാസർഗോഡ്, മംഗളൂര്. അങ്ങനെ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം നമ്മുടെ സ്വന്തം സ്റ്റേഷനിൽ തന്നെ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് തന്നെയാണ് നമ്മുടെ യാത്ര ആരംഭിക്കുന്നത് തന്നെ. കൂടെ തന്നെ മലേഷ്യയിലത്തെ യാത്ര പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ഒരുപാട് സ്ഥലങ്ങൾ സ്കിപ്പ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കോലാലപുരത്തെ പുത്രജായ എന്നൊക്കെ പറഞ്ഞ സ്ഥലമുണ്ട്. ഞങ്ങളുടെ സമയപരിധി മൂലമാണ് അവിടെ ഞങ്ങൾക്ക് പോകാൻ വേണ്ടി സാധിക്കാത്തത്. പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സ്ഥലത്തേക്ക് ഞങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിൽ തന്നെ പെട്ടതായിരുന്നു ലങ്കാവിയിലേക്കൊക്കെ പോകാനൊക്കെ പ്ലാൻ ചെയ്തിട്ട് തന്നെയാണ് ഇവിടുന്ന് ഇറങ്ങിയത്. ഞങ്ങൾക്ക് ചെറിയൊരു മിസ്റ്റേക്ക് അവിടെ വന്നിട്ട് പറ്റിപ്പോയി. അത് വേറൊന്നുമല്ല, ഞങ്ങൾ മലേഷ്യയിൽ പോയ സമയത്ത് ബസ് ബുക്ക് ചെയ്യുന്ന സമയത്ത് ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം പറയണ്ടായി. അതായത് ബുക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ 1-ാം തീയതിയിലേക്കാണ് ബസ് ബുക്ക് ചെയ്യുന്നത്. തലേദിവസം ബുക്ക് ചെയ്യുമല്ലോ. ആ സമയത്ത് 1-ാം തീയതി ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് ചില സമയത്ത് ബസ്സുകൾ മൊത്തം സീറ്റ് മൊത്തം സോൾഡ് ഔട്ട് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് 2-ാം ഡേയിലേക്കായിരിക്കും പോവുക. അതായത് 2-ാം തീയതിയിലേക്കാണെങ്കിൽ കാണിക്കുക. നമ്മളിത് അറിയാതെ തന്നെ ബസ്സിൻ്റെ സീറ്റും കണ്ടിട്ട് ബുക്ക് ചെയ്ത് പോകും. നമ്മളതിൻ്റെ ഡേറ്റ് ശ്രദ്ധിക്കൂല. അങ്ങനെ ഞങ്ങൾക്ക് ഒരു അബദ്ധം പറ്റിയിട്ടുണ്ടായി. ഞങ്ങൾ ലങ്കാവിലേക്ക് ഒരു ബസ് ബുക്ക് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ബസ് സ്റ്റാൻഡിൽ പോയ സമയത്ത് അവിടെ ബോർഡിംഗ് പാസ് എടുക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ഡേറ്റ് മാറിയ കാര്യം ഞങ്ങൾ അറിഞ്ഞു. പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നുപോയി. ഞങ്ങൾക്ക് പിന്നീട് അങ്ങോട്ട് പ്ലാൻ ചെയ്യാത്തൊരു അവസ്ഥയിൽ പോയി. അങ്ങനെ മാറിയിട്ടുണ്ടെങ്കിൽ അപ്കമിങ് ഒക്കെ ഞങ്ങളുടെ യാത്ര മൊത്തം അലങ്കോലമായേനെ. അങ്ങനെ ഞങ്ങൾക്ക് ലങ്കാവി സ്കിപ്പ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു. ഒരു വലിയ ദീർഘയാത്രയൊക്കെ കഴിഞ്ഞ് നമ്മുടെ നാട്ടിലെ സ്റ്റേഷനിലെത്തുമ്പോൾ ഒരു സന്തോഷമുണ്ട്. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അതിനെക്കാട്ടിയും വലിയൊരു കാര്യമാണ് വീട്ടിലെത്തി അച്ഛനെയും അമ്മേനെയും ഒന്ന് കാണുക എന്നുള്ളത്. ഇനിയിപ്പോൾ ഇവിടുന്ന് 30 കിലോമീറ്റർ ദൂരമുണ്ട് ഞങ്ങളുടെ വീട്ടിലേക്ക്. ഇപ്പോൾ 11:50 12:00 ഒരു KSRTC ഉണ്ട്. ഇനിയിപ്പോൾ അതിൽ കയറിയിട്ട് പോവാം. ഇതാണ് നീലേശ്വരം ബസ് സ്റ്റാൻഡ്. ഒരുപാട് ബസ്സുകളുണ്ട് ഈ സമയത്ത് കേട്ടോ. നമ്മുടെ ബസ് ഇപ്പം കാഞ്ഞങ്ങാട് ഭാഗത്തുനിന്നാണ് വരാനുള്ളത്. സമയത്ത് നല്ല തിരക്ക് തന്നെയാണ്. ഒരു KSRTC ഇങ്ങോട്ട് കയറാൻ വേണ്ടി നിൽക്കുക. ബസ്സിൽ കയറി കറക്റ്റ് 12:30 ഇതാ ബസ് ഇവിടുന്ന് എടുക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ സമയത്ത് നല്ല തിരക്കാണ് ഇവിടെ. ജില്ലാ ആശുപത്രി കാഞ്ഞങ്ങാട്. ഇതിൻ്റെ പുറകിലും മറ്റൊരു KSRTC കാണാം, കാസർഗോഡ്. നമ്മുടെ റെയിൽവേ സ്റ്റേഷനൊക്കെ ഇതാ ഇങ്ങോട്ടാണ്. തോളേനി മുത്തപ്പൻ മടപ്പുരയാണിത്. ഒന്നേ 30 ഞങ്ങളുടെ നാടായ നർക്കലക്കാടിലെ ബസ് സ്റ്റാൻഡിലേക്ക് ഇതാ. അങ്ങനെ മലേഷ്യയിൽ നിന്നും യാത്ര ചെയ്ത് ഞങ്ങളുടെ വീട്ടിലിതാ തിരിച്ചെത്തിയിരിക്കുകയാണ്. വളരെ സേഫായി മലേഷ്യ എന്ന രാജ്യത്തിലൂടെ ഒരുപാട് ഭാഗങ്ങൾ വഴിയാണ് ഞങ്ങൾക്ക് യാത്ര ചെയ്യാനായി സാധിച്ചത്. അതുപോലെ തന്നെ ഒരു ഫോറിൻ കൺട്രിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്തായാലും മലേഷ്യ ഒരു നല്ല രാജ്യം തന്നെയാണ്. അതും സാധാരണക്കാർക്ക്. ഇപ്പോൾ ഉണ്ടല്ലോ, നമുക്ക് പല രാജ്യങ്ങൾക്ക് പോകാൻ വേണ്ടി നമ്മൾ മലേഷ്യ തന്നെ ഇരിക്കട്ടെ, നല്ല ചിലവാണ്, സാധാരണക്കാർക്ക് പോകാൻ പറ്റുവാണെന്നാണ് പലരുടെയും ചിന്ത. അത് ഞങ്ങൾ പ്രൂവ് ചെയ്തു. കാരണം ഞങ്ങൾ സാധാരണക്കാർ തന്നെയാണ്. ഞങ്ങൾ ശരിക്കും പറഞ്ഞ ഈ ഒരു യാത്ര കഴിഞ്ഞ വർഷം 2025 ഒക്ടോബർ പോകാൻ വേണ്ടിട്ട് പ്ലാൻ ചെയ്തതാണ്. അന്ന് ആ സമയത്ത് പൈസേന്റെ കുറച്ച് വിഷയം വന്നു. അതായത് നമ്മുടെ ചെലവും കാര്യങ്ങൾ തന്നെ. എന്നിട്ട് ഞങ്ങളുടെ ആ ഒരു സ്വപ്നം പിന്നീട് അതായത് ഈ ഒരു ഏപ്രിൽ ഈ ഒരു മാസത്തേക്കാണ് മാറ്റിയിട്ടുണ്ടായത്. വീഡിയോ കാണുന്നത് നിങ്ങൾ മെയ് ആണ്. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പൈസ സ്വരൂപിച്ചിട്ടാണ് ഈ ഒരു യാത്ര കംപ്ലീറ്റ് ആക്കിയത്. അപ്പൊ ആർക്ക് വേണമെങ്കിലും പോവാം. അങ്ങനെയാണ് നമ്മൾ വീഡിയോ ക്രിയേറ്റ് ചെയ്തത്. പിന്നെന്ന് വെച്ചാല് അവിടെ പോയിട്ട് ഫുഡ് സ്ട്രീറ്റിൽ പോയി കഴിഞ്ഞാൽ ഓരോരോ ഫുഡ് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുന്നതും നല്ല ചെലവേറിയ റൂമിലേക്ക് താമസിക്കുന്നതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അങ്ങനെ വെച്ചതുകൊണ്ടാണ് ഞങ്ങൾ അവസാന ദിവസം നല്ലൊരു റൂമിലേക്ക് താമസിച്ചത്. പിന്നെ ഉണ്ടല്ലോ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്, ഞങ്ങൾ കൊച്ചിയിൽ നിന്ന് മലേഷ്യയിലെ കോലാലംപൂരേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരാൾക്ക് 6500 രൂപയാണ് ഫ്ലൈറ്റിന് ടിക്കറ്റ് ചാർജ് വന്നത്. അത് ഞങ്ങൾ 2 മാസം ബുക്ക് ചെയ്തുകൊണ്ട് മാത്രമാണ് ആ ഒരു ചാർജ് കിട്ടിയത്. പക്ഷെ ഇപ്പം നോക്കുന്ന സമയത്ത് 15ഉം 18ഒക്കെ വരുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് വെറും 6500 അല്ലെങ്കിൽ 7000 രൂപക്ക് മലേഷ്യയിലെത്താം കേരളത്തിൽ നിന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സംഭവമൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയ കാണാറുണ്ടല്ലോ. അത് വിശ്വസിച്ച് പോയി കഴിഞ്ഞാൽ പെട്ടുപോവേ. കാരണം വെച്ചാൽ അത് വെറും ചെലവ് മാത്രമാണ്. അതായത് ഫ്ലൈറ്റിന്റെ ചാർജ് മാത്രമാണ്. അവിടെ എത്തിക്കഴിഞ്ഞാൽ നല്ല ചെലവാണ് പല കാര്യങ്ങള്. പറഞ്ഞു വന്നത് ഇനി ഒരു കാര്യം കൂടിയുണ്ട്. അതായത് നമ്മൾ അവിടെ എത്തിയ ശേഷം ഒരുപാട് താമസം, ഫുഡ്, പിന്നെ അവിടുത്തെ ഗതാഗതം, അതായത് ബസ്സും ട്രെയിനും എല്ലാം കൂടിയിട്ട് നമ്മൾ ശ്രീലങ്കയിൽ പോയ സമയത്ത് അവിടുത്തെ മൊത്തം ചെലവായിട്ട് ഒരു വീഡിയോ ഇല്ലേ, അതേപോലെ തന്നെ ഒരു ചെലവ് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട്. കാരണം എല്ലാവർക്കും അത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പം അടുത്തതൊരു വാരണാസി യാത്രയാണ്.
വാരണാസിയിലേക്ക് കേരളത്തിൽ നിന്ന് ഡയറക്റ്റുള്ള ഒരു ട്രെയിൻ എറണാകുളം പട്ന സൂപ്പർ ഫാസ്റ്റ് ആണ്. അതിൽ ഞങ്ങൾ ഓൾറെഡി പോയതാണ്. മറ്റൊരു ട്രെയിൻ കൂടിയുണ്ട്, അതായത് കന്യാകുമാരി ബനാറസ് കാശി തമിഴ് സംഗമ എക്സ്പ്രസ്. അതിൽ ഞങ്ങൾ പോകാനൊരു പ്ലാനൊക്കെ ഇട്ട് വരുന്നുണ്ട്. മിക്കവാറും അതന്നെ ആയിരിക്കും അടുത്തൊരു യാത്ര. അപ്പോൾ അതിൻ്റെയൊക്കെ കാഴ്ചകളായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അപ്പോൾ ഈ ഒരു വീഡിയോയിലേക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. നമുക്ക് മറ്റൊരു വീഡിയോ ബൈ.